നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡി.കെ. മുരളി എം.എൽ.എ. സമർപ്പിച്ച അവകാശ ലംഘന പരാതി അത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സങ്കീർണമായിട്ടുള്ള ഒരു നിയമപ്രശ്നമായി തന്നെ ഇപ്പോൾ പരിണമിച്ചിരിക്കുകയാണ്. സഭയുടെ അന്തസ്സിനെയോ അല്ലെങ്കിൽ അന്തസത്തയെയോ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന്മേൽ സ്വയംഭരണാധികാരത്തോടുകൂടി നടപടിയെടുക്കാൻ നിയമസഭയിലെ പ്രിവിലേജ് കമ്മിറ്റിയെ സംബന്ധിച്ച് അവർക്ക് ഭരണഘടനാപരമായി തന്നെ അധികാരമുണ്ട്, അവകാശമുണ്ട്. സഭയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ കോടതികൾക്ക് ചില പരിമിതമായിട്ടുള്ള അധികാരമേ ഉള്ളൂ എന്നതിനാൽ തന്നെ പ്രിവിലേജ് കമ്മിറ്റി സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ അത് വളരെ നിർണായകമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 194 അനുച്ഛേദം നൽകുന്ന അമിത അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു ജനപ്രതിനിധിക്കെതിരെ നടപടിയെടുക്കാനായിട്ട് സഭ ഒരുങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം. സഭാ നടപടികളിൽ കോടതിയുടെ ഇടപെടലുകൾ പരിമിതമാണെന്നിരിക്കെ തന്നെ പ്രിവിലേജ് കമ്മിറ്റിയുടെ വിധി നിർണ്ണയം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏറെ നിർണായകമായി മാറും. സ്പീക്കറുടെ പരിഗണനയിലുള്ള ഈ പരാതി സമിതിക്ക് കൈമാറുന്നതോടെ കുറ്റാരോപിതനായിട്ടുള്ള അംഗത്തിന് വിശദീകരണം നൽകാൻ അവസരം നൽകുമെങ്കിലും നടപടിക്രമങ്ങളിലെ ആ വേഗത അത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ജനിപ്പിക്കുന്നുണ്ട്. പ്രിവിലേജ് കമ്മിറ്റിയുടെ അധികാരപരിധി കേവലം അന്വേഷണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് സഭയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കർക്കശമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാ സമിതിക്ക് അനുവാദം നൽകുന്നുണ്ട്. ആരോപണ വിധേയനായിട്ടുള്ള എം.എൽ.എ. സമിതിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകണമെന്നത് നിർബന്ധിതമായിട്ടുള്ള വ്യവസ്ഥയാണ്. കുറ്റം തെളിയുന്ന പക്ഷം കടുത്ത താക്കീത് നൽകാനോ അല്ലെങ്കിൽ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ എന്തിന് അംഗത്വം റദ്ദാക്കാൻ പോലുമോ ഉള്ള അധികാരം കമ്മിറ്റിക്കുണ്ട്. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്ററി അധികാരങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയുടെ പ്രയോഗം പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്താറുണ്ട്. ഈ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ വേട്ടയാടലുകളുണ്ടെന്ന ആരോപണം ശക്തമാകുന്നത് സഭയിലെ മറ്റ് അംഗങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ്. സമാനമായതോ അതിലധികമോ ഗൗരവതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള മുകേഷ്, എം. വിൻസെൻ്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നീ എം.എൽ.എമാർക്കെതിരെ ഇതുവരെയായിട്ട് പ്രിവിലേജ് കമ്മിറ്റി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരേ നിയമസഭയിൽ 2 നീതി നടപ്പിലാക്കുന്നത് അത് ഒരു പക്ഷപാതപരമായിട്ടുള്ള നടപടിയാണ് എന്നത് ഇവിടെ വ്യക്തമാകുന്നു. ഇതാകട്ടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണെന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടനാ തത്വം ഇപ്പോൾ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന വാദത്തിന് ഇപ്പോൾ കൂടുതൽ കരുത്ത് പകരുന്നതാണ്. നിയമപരമായിട്ടുള്ള വശങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എന്നത് ഒരു വസ്തുതയാണ്. കാരണം പോലീസ് FIR രേഖപ്പെടുത്തി അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപേ പ്രിവിലേജ് കമ്മിറ്റി ഇവിടെ വിധി പ്രസ്താവിക്കുന്നത് സ്വാഭാവിക നീതിയുടെ തന്നെ ലംഘനമായി മാറും. അനുച്ഛേദം 105, 2, 212 എന്നിവ സഭയ്ക്കുള്ളിലെ നടപടികൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടെങ്കിലും ഈ സംരക്ഷണം ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ശ്രമിക്കുന്നത് നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾക്ക് പോലും കാരണമായി മാറാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്പീക്കർക്ക് ലഭിക്കുന്ന നിയമോപദേശവും അദ്ദേഹം സ്വീകരിക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടും അത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതായിരിക്കും. സഭയുടെ അന്തസ്സിനെ അവഹേളിച്ചു എന്നാരോപിക്കപ്പെടുന്ന പ്രസംഗങ്ങളോ പ്രവൃത്തികളോ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നത് പ്രിവിലേജ് കമ്മിറ്റിക്ക് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നാൽ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള നടപടികൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായി മാറുന്നതായിരിക്കും. പാർലമെന്ററി അധികാരങ്ങൾ ഒരു എം.എൽ.എയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഹനിക്കുന്ന തരത്തിൽ ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. രാഹുലിൻ്റെ പാർട്ടി അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയും സഭയിലെ അംഗബലവും ഈ പോരാട്ടത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. പ്രിവിലേജ് കമ്മിറ്റിയുടെ നടപടികൾക്കായിട്ട് കേരളം ഇപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ഡി.കെ. മുരളിയുടെ പരാതിയിൽ സമിതി സ്വീകരിക്കുന്ന ഓരോ നീക്കവും അത് തീർച്ചയായിട്ടും വരുംകാല നിയമസഭാ നടപടികൾക്ക് ഒരു പാഠപുസ്തകമായി തന്നെ മാറുന്നതായിരിക്കും. രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് മാറുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. ഏതായാലും ഇവിടെ സ്പീക്കറുടെ അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങൾക്ക് കാരണമായി മാറിയേക്കാം. രാഷ്ട്രീയപരമായിട്ടുള്ള നിഷ്പക്ഷത പാലിക്കപ്പെടേണ്ട ഒരു ഭരണഘടനാ സമിതി തന്നെ അത് തുല്യനീതി ഉറപ്പാക്കുമോ അതോ കക്ഷി രാഷ്ട്രീയത്തിന് വഴങ്ങുമോ എന്ന ചോദ്യം തന്നെ ഇവിടെ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്.